എല്ലാ കൂട്ടുകാർക്കും അല്ലാസ് ഫ്ലവേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്യാബേജ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ക്യാബേജ് മഞ്ചൂരിയൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, നമുക്ക് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ചോറിനൂടെയൊക്കെ പോകുന്ന ഒരു സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബേജ് മഞ്ചൂരിയൻ. അപ്പോൾ ഈ ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാബേജ് ബോൾസാണ് നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഇപ്പോൾ ഒരു അര ക്യാബേജ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇതിൻ്റെ കൂടെ ഒരു 2 ക്യാരറ്റും കൂടെ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഓരോ ചെറിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുകളാണ്. പിന്നെ എരിവിനായിട്ട് നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ക്യാബേജ് ബോളിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ തന്നെ ഓൾ പർപ്പസ് ഫ്ലോർ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ബോൾസ് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട്, ഇതിന് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ തന്നെ, അതായത് ക്യാരറ്റിൻ്റെയും കാബേജിൻ്റെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും മോയ്സ്ചറും കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈ മാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ചെറിയ ചെറിയ ബോൾ പിടിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ഇതായിട്ട്. നമ്മുടെ മാവ് ഒത്തിരി ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കോൺഫ്ലോറോ മൈദയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഈ കൈ കൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാബേജ് ബോൾസിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിളച്ച എണ്ണയിൽ നമ്മുടെ ഈ കാബേജ് ഇതുകൊണ്ട് ഓരോരോ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് എടുക്കേണ്ടത്. ഇതുപോലെ ചെറിയ ബോളുകളായിട്ട് നമ്മുടെ തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ വറുത്തെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ മഞ്ചൂരിയൻ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഇപ്പോൾ കാണാം, നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഗ്രേവിക്കുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നുകഴിയുമ്പോഴത്തേക്ക് നമ്മളിനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ഒനിയനാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒനിയനും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിരിക്കുന്ന ഒരു പരുവായിക്കുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ അധികം സമയം എടുക്കത്തില്ല. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ സോസുകളാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ മഞ്ചൂരിയന് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്ന സോസുകൾ, നമ്മളെടുത്തിരിക്കുന്ന നമ്മുടെ അളവിനനുസരിച്ചുള്ള സോസുകളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള സോയ് സോസ് ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോയ് സോസ് ഒത്തിരി സ്ട്രോങ് അല്ലെങ്കിൽ കുറച്ചേറെ ചേർക്കണം, സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് റെഡ് ചില്ലി സോസാണ്. സ്വീറ്റ് ആൻഡ് സോർ സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയൊരു ഷുഗർ ഇത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടേസ്റ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലോണമായിട്ട് നമ്മുടെ മസാലയും പൊട്ട നമ്മുടെ സോസ് ഇതാകുന്നതിനും വരത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സോസൊക്കെ നന്നായിട്ട് തിക്കനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പം നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്, അതായത് നമുക്ക് നല്ല തിക്കനായിട്ട് നമ്മുടെ ഗ്രേവി കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ഇത് വേണമെന്നനുസരിച്ചാൽ അതനുസരിച്ചുള്ള കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിലേക്ക്, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാം.
അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉപ്പ് ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ സോസുകൾക്ക് വേണ്ട ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിട്ടിട്ട് നമ്മൾ കൈ വിടാതെ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. കാരണം കോൺഫ്ലോർ ആയതുകൊണ്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ സോസിലേക്കെല്ലാം കൂടെ നമ്മുടെ ഈ കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ സമയം കൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചായിരുന്നേ. അപ്പോൾ തീ ഒരു ചെറിയ സിമ്മിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായവരായിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതനുസരിച്ച് പെട്ടെന്ന് കട്ടയായിട്ട് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് ചെറിയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഒന്ന് ചോപ്പ് ചെയ്തിരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കുക്കിംഗ് എല്ലാം ഇതായിട്ടുണ്ട്. തീ ഇപ്പോഴെല്ലാം ചെറിയ തീയിലിടാവുള്ളേ. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്തിട്ട് നമ്മുടെ ഈ സോസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സോസ് എല്ലാം റെഡി ആയി. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ കാബേജ് ബോൾസിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ കാബേജ് ബോൾസിലേക്ക് നമ്മുടെ സോസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ കാബേജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നമുക്ക് അതിൻ്റെ സോസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നീട്ടം കൂട്ടം കുറയ്ക്കുകയും ചെയ്യാവുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഒന്ന് ടോപ്പ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കാബേജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ പിന്നെയും ചോദിച്ച് കഴിക്കും. അത്ര ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കാബേജ് മഞ്ചൂരിയനാണ്. ഹെൽത്തിയാണ്, കാരണം നല്ലോണം വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്രൈ ചെയ്യുന്ന പാട്ട് മാത്രമേ കുറച്ചാണ് ഹെൽത്തി ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനവരേക്ക് എല്ലാവർക്കും നന്ദി. ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.